وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم قال النبي صلى الله عليه وسلم الحج المبرور ليس له جزاء إلا الجنة أو كما قال رسول الله صلى الله عليه وسلم. പ്രിയപ്പെട്ട ഹാജിമാരായ സഹോദരി സഹോദരന്മാർ, ഹജ്ജിന്റെയും ഉംറയുടെയും നിയമരീതികൾ കൂടുതലായി പറയുന്നതിന് പകരം നമ്മളെല്ലാവരും ഹജ്ജിന് പോയി മടങ്ങി വരുന്നത് വരെയുള്ള കാര്യങ്ങൾ ക്രമാനുഗതമായി ചുരുങ്ങിയ നിലയിലാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ സഹോദരി സഹോദരന്മാരും ശ്രദ്ധിച്ച് കേൾക്കും. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരും മുമ്പ് ഹജ്ജ് ചെയ്ത സഹോദരങ്ങളും ഉണർത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവസാനം ഇൻഷാ അല്ലാഹ് നിങ്ങൾ എഴുതിയോ നേരിട്ടോ ചോദിച്ചാൽ അതിന്റെ മറുപടി പറയുന്നതുമാണ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഹജ്ജിന് 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന്, ഒരുക്കത്തിന്റെ ഘട്ടം. നമ്മളെല്ലാവരും ഇപ്പോൾ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ് ഒരുക്കത്തിന്റെ ഘട്ടം. 2, ഹജ്ജിന്റെ കർമ്മത്തിന്റെ ഘട്ടമാണ്. ഒരു ദിവസം നമ്മളെ വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ച് ഹജ്ജ് ഉംറ സിയാറത്തുകൾ നിർവഹിച്ച് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നവരെയുള്ള ഘട്ടം. 3, അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ, ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന് മരിക്കുന്നത് വരെയുള്ള ഘട്ടമാണ്. ഇതിൽ 1-ാമത്തെ ഘട്ടത്തിന് ഒരുക്കം, 2-ാമത്തെ ഘട്ടത്തിന് കർമ്മങ്ങൾ, 3-ാമത്തെ ഘട്ടത്തിന് ഗുണങ്ങൾ എന്ന് പറയപ്പെടുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇത് 3ഉം പരസ്പരം ബന്ധിതമാണ്. ഒരുക്കം എത്ര നന്നായിരിക്കുമോ അതിനനുസരിച്ച് കർമ്മങ്ങൾ നന്നാകും. അതെത്ര നന്നാകുന്നോ അതിനനുസരിച്ച് നമ്മളുടെ ഗുണങ്ങൾ ശരിയാകുന്നതാണ്. ഇതിൽ 1-ാമത്തെ ഒരുക്കത്തിന്റെ ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും കഴിയുന്നത്. ഇത് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ, എങ്കിലും ഈ സമയത്ത് നമുക്ക് ഒരുങ്ങാൻ സാധിക്കും. 1-ാമതായി നാം ചെയ്യേണ്ട ഒരുക്കം യാത്രാ സംബന്ധമായ ഭൗതികമായ ഒരുക്കമാണ്. തീർച്ചയായും ആ ഒരുക്കവും ദീൻ തന്നെയാണ്. ഖുർആൻ പറയുന്നു, നിങ്ങൾ നന്നായി ഒരുങ്ങിയിട്ട് ഹജ്ജിന് പുറപ്പെടും. ഹലാലായ സമ്പത്ത് നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കണം. അത്യാവശ്യ സാധന സാമഗ്രികളെല്ലാം നമ്മൾ തയ്യാറാക്കണം. ഇന്ന് അതിന്റെ ആവശ്യമില്ല, അതിന് പകരം പൈസ തയ്യാറാക്കിയാൽ മതി. ആവശ്യമുള്ള സാധനം മക്കത്തും മദീനത്തും ലഭിക്കും. നമ്മുടെ നാടിന്റെ അത്ര അതിനേക്കാൾ കൂടുതൽ വലിയ വില കൂടുതലൊന്നുമില്ലതാണ്. എന്നാൽ രോഗികളായ സഹോദരി സഹോദരന്മാർ അവരുടെ രോഗത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന്റെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ, മരുന്നുകൾ, ഇതെല്ലാം നമ്മൾ തയ്യാറാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൊറോണയുടെ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വലിയ ജാഗ്രതയും ശ്രദ്ധയും വേണം. പക്ഷെ അതിന്റെ പേരിൽ വല്ലാതെ പേടിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യരുത്. ഹാജിമാരാരും ആരോട് യാത്ര ചോദിക്കേണ്ട ആവശ്യമില്ല, ആരോടും മിണ്ടാൻ പാടില്ല, ആരെയും തൊടാൻ പാടില്ല എന്നെല്ലാം പേടിക്കുക, അതിന്റെ ആവശ്യമില്ല. എന്നാൽ നമ്മൾ തണുത്ത ആഹാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് കഴിവിന്റെ പരമാവധി ആരോഗ്യം നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കണം.
ഇതാണ്. അതുപോലെ തന്നെ യാത്രാ സംബന്ധമായ കാര്യങ്ങൾ നമ്മളുടെ ഹജ്ജ് കമ്മിറ്റിയാണെങ്കിൽ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ നന്നായി മനസ്സിലാക്കണം. ഒരു മടിയും കൂടാതെ സംശയങ്ങൾ ചോദിക്കണം. ഹജ്ജ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ അതിന്റെ നിയമങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് യാത്രയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആ വിഷയം പറയുന്നതാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ഒരുക്കം ഭൗതികമായ യാത്രാ സംബന്ധമായ ഒരുക്കമാണ്. അതും ദീൻ തന്നെയാണ്. രണ്ടാമത്തെ ഒരുക്കം ദീനിയായ ഒരുക്കമാണ്. നമ്മളുടെ മനസ്സുകൾ പരിശുദ്ധമായ നിലയിലായിരിക്കണം ഈ യാത്രയ്ക്ക് നമ്മൾ പുറപ്പെടേണ്ടത്. നമ്മളെല്ലാവരും അള്ളാഹുവിലേക്ക് പരിപൂർണമായി പശ്ചാത്തപിച്ച് മടങ്ങണം. പിന്നെ നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടായി കാണും. എല്ലാവരോടും ഒരു മടിയും കൂടാതെ മാപ്പ് ചോദിക്കണം. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ഒരു ചെറിയ നോട്ട് ബുക്ക് തയ്യാറാക്കി മേടിച്ച് അതിൽ നമ്മൾ പ്രായപൂർത്തിയായത് മുതൽ ഇന്ന് വരെ ഈ ബന്ധപ്പെട്ട ആളുകളെ ലിസ്റ്റുകൾ എടുത്ത് അവരോടെല്ലാം നമ്മൾ യാത്ര ചോദിക്കണം. മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ. ഇനി അവർ മരണപ്പെട്ടെങ്കിൽ അവർക്ക് നമ്മൾ അല്ലാഹുവിനോട് കാര്യമായി ദുആ ചെയ്യണം. അവരുടെ ബന്ധുക്കളുമായി നമ്മൾ നല്ല നിലയിൽ ഒരു ബന്ധമുണ്ടാക്കിയെടുത്തിട്ട് ആകണം സഹോദരങ്ങളെ യാത്ര നടത്തേണ്ടത്. ഹജ്ജിന്റെ യാത്ര ആത്മാവിന്റെ യാത്രയാണ്, പരിശുദ്ധിയുടെ യാത്രയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സുകൾ പരിശുദ്ധമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ അല്ലാഹുവുമായിട്ടുള്ള ബന്ധം നന്നാക്കണം, സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം നന്നാക്കണം. അല്ലാഹുവുമായിട്ടുള്ള ബന്ധത്തിൽപ്പെട്ടതാണ് നമ്മൾ നമസ്കാരത്തിൽ ശ്രദ്ധ കാണിക്കൽ, ദാനധർമ്മങ്ങൾ, സക്കാത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കൽ. ഇന്ന് മുതൽ നമ്മൾ അധികമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കണം, പുണ്യമായ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. ഹജ്ജിന്റെ യാത്രയിൽ അത് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അല്ലാഹു എളുപ്പമാക്കുമാറാകട്ടെ. ഇതാണ് സഹോദരങ്ങളെ ഒരുക്കവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യമായി പറയാനുള്ള കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ ഒരു ദിവസം സമാഗതമാകും. നമ്മുടെ ജീവിതത്തിലെ വളരെ അനുഗ്രഹീതമായ സന്തോഷമായ ദിനം അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഹജ്ജിന്റെ ദിവസം നമ്മൾ ആ ദിവസത്തിലേക്ക് അത് അടുക്കുന്ന സമയത്ത് സാധനങ്ങളെല്ലാം എടുത്ത് ഒരുക്കി വെക്കണം. ഒന്നുകിൽ നമ്മൾ തന്നെ നമ്മളുടെ സാധനങ്ങൾ ഒരുക്കി വെക്കണം, അല്ലെങ്കിൽ നമ്മളുടെ മക്കളും മരുമക്കളെല്ലാം ഒരുക്കി വെക്കും. പക്ഷേ അത് നമ്മൾ മുമ്പിൽ കസേരയിട്ടിരുന്ന് നോക്കുന്നവരാകണം. ഒരു സാധനം എടുക്കേണ്ടി വന്ന് ചിലപ്പോൾ ബാഗ് മുഴുവനും നമ്മൾ മറിച്ചിടേണ്ടി വരും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് 2 ബാഗുകളാണ് നമ്മൾ സാധാരണ കരുതാൻ പറയുന്നത്. ഒന്ന് നമ്മളുടെ ലഗേജ്, അതിൽ മക്ക മുക്കറമയിൽ പോയി നമ്മൾ എടുക്കേണ്ട സാധനങ്ങൾ അതിൽ വെക്കണം. 2 ഹാൻഡ് ബാഗ്, നമ്മളുടെ ഇവിടെ നിന്ന് മക്ക വരെയുള്ള യാത്രയ്ക്ക് ആവശ്യമായ സാധനങ്ങൾക്ക് വേണ്ടിയാണ് ഹാൻഡ് ബാഗ് നമ്മൾ കയ്യിൽ കരുതുന്നത്, തോളിൽ തൂക്കിയിടുന്നതായ ബാഗ്. അതിൽ സാധാരണ 3 അല്ലെങ്കിൽ 2 അറകൾ കാണും. അതിൽ ഒരു അറയിൽ നമ്മൾ യാത്രാരേഖകൾ മാത്രമേ വെക്കാവൂ. അതിൽ തസ്ബീഹും വെക്കരുത്, ഖുർആനും വെക്കരുത്. അതിൽ വെറും യാത്രാരേഖകൾ മാത്രം. പാസ്പോർട്ട്, വിമാനത്തിന്റെ ടിക്കറ്റ്, യാത്രകൾ, നമ്മളുടെ ആരോഗ്യപരമായ രേഖകൾ, ഇത് മാത്രം അതിലുണ്ടായിരിക്കണം. ഞങ്ങൾ ജിദ്ദയിൽ പോയി ഇറങ്ങി 140ഓളം പേരുണ്ടായിരുന്നു. അതിൽ ഒരു ഉമ്മായുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു കാർഡ് കാണുന്നില്ല. ഞങ്ങൾ 139 പേരെയും അവിടെ തന്നെ പിടിച്ചു നിർത്തുകയുണ്ടായി. അവർ തപ്പിയിട്ട് അവിടെ കാണുന്നില്ല, ഇവിടെ കാണുന്നില്ല. അവസാനം വലിയ ലഗേജ് എടുത്ത് ഫുള്ള് തുറന്ന് അതിന്റെ ഒരു മൂലയിൽ ഈ സാധനം കിടക്കുന്നു. അത് ഭാഗ്യമായി. 2-2.5 മണിക്കൂർ നേരം ആഹാരമൊന്നും കഴിക്കാതെ ഹാജിമാരെ മുഴുവൻ കഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മളുടെ ഹാൻഡ് ബാഗിന്റെ ഒരു പോക്കറ്റിൽ വെറും യാത്രാരേഖകൾ മാത്രം കാണുന്ന വേറെ ഒന്നും ഉണ്ടാകരുത്. ആവശ്യം വരുമ്പോൾ സാധാരണക്കാരനെ പോലെ എടുത്ത് തുറന്നു കാണിക്കും. ആവശ്യം കഴിഞ്ഞ് അതിനുള്ളിലിട്ട് പൂട്ടിവെക്കും. അതിൽ നമ്മൾ എന്റെ പോക്കറ്റിൽ ഞാൻ വെച്ചേക്കാം, അവിടെ വെച്ചേക്കാം, ഇവിടെ വെച്ചേക്കാം. ചെറിയൊരു മാറ്റം വന്നാൽ ആകെ ബുദ്ധിമുട്ടാണ്. അതിനെ മറ്റ് അറയിൽ നമുക്ക് യാത്രയ്ക്ക് അത്യാവശ്യമായ തോർത്ത് അല്ലെങ്കിൽ ഇഹ്റാം ഇവിടുന്ന് തന്നെ മാറിയിട്ട് പോകുന്നതാണ് നല്ലത്. പിന്നെ അത്യാവശ്യമായ എന്തെങ്കിലും ഒരു മുണ്ട്, മരുന്ന്, കഴിക്കേണ്ട മരുന്ന്, വളരെ അത്യാവശ്യമായ സാധനങ്ങൾ. പക്ഷെ അതിൽ എന്താണ് ബ്ലേഡ്, അതുപോലെ ഈ യാത്രയിൽ നിരോധിക്കപ്പെട്ട സാധനങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുകയും വേണം. അതിൽ നമ്മൾ അത്യാവശ്യ സാധനം മാത്രം എടുത്തു വെക്കും. എന്നിട്ട് സഹോദരങ്ങളെ നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുക. ആദ്യം നമ്മൾ കുളിച്ച്
ഇവിടെ നിന്നും മദീന മുനവ്വറയിലേക്ക് പോകുന്നവരാണെങ്കിൽ സാധാരണ വേഷം തന്നെ ധരിച്ചാൽ മതി. മക്ക മുക്കറമയിലേക്ക് പോകുന്നവരാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുളിച്ച് ഇഹ്റാമിന്റെ വേഷം ധരിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് നമ്മൾ ആ തർത്തീബിൽ നിങ്ങളോട് കാര്യം പറയുകയാണ്. നമുക്ക് ഈ യാത്രയിൽ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 1, ആദ്യം മക്ക മുക്കറമയിൽ പോയി ഉംറ ചെയ്യണം. 2, ഹജ്ജിന്റെ ദിവസങ്ങളിൽ ഹജ്ജ് നിർവഹിക്കണം. 3, ഇതിന് മുമ്പോ അല്ലെങ്കിൽ ഇടയിലോ ശേഷമോ മദീനയിൽ പോയി സിയാറത്ത് നിർവഹിക്കണം. ഈ 3 ക്രമത്തിലായി നിങ്ങൾക്ക് മുമ്പാകെ കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ ഇവിടെ നിന്നും ആദ്യം ഉംറയ്ക്കാണ് പോകുന്നത്. നല്ല നിലയിൽ കുളിച്ച് തയ്യാറാകി നന്നായിട്ട് എണ്ണയെല്ലാം പുരട്ടി സോപ്പൊക്കെ നന്നായിട്ട് തേച്ച് റാഹത്തായിട്ട് കുളിക്കും. അധികരിച്ച രോമങ്ങളെല്ലാം എടുത്ത് ഇനി നമ്മൾ ഉംറയുടെ അമൽ നിർവഹിച്ചിട്ടേ നമുക്ക് സോപ്പെല്ലാം ഇട്ട് കുളിക്കാൻ പറ്റുകയുള്ളൂ. അതായത് 2 ദിവസം നമുക്ക് കുറഞ്ഞത് അല്ലെങ്കിൽ കൂടിയത് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ടേ കുളിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി നന്നായിട്ട് റാഹത്തായിട്ട് കുളിക്കും. അതിനുശേഷം സഹോദരങ്ങളെ ഇഹ്റാമിന്റെ വേഷം ധരിക്കും. പുരുഷന്മാരൊരു മുണ്ടുടുക്കിൻ, അതിന് മേൽമുണ്ട് പുതയ്ക്കും. സ്ത്രീകൾക്ക് ഇഹ്റാമിന്റെ പ്രത്യേക വേഷമൊന്നുമില്ല, ശരിക്കും മനസ്സിലാക്കി. തവാഫിന്റെ സമയത്ത് മുഖവും മുൻകൈയും ഒഴിച്ച് വേറെ മുഴുവൻ ഭാഗങ്ങളിൽ സ്ത്രീകൾ മറച്ചിരിക്കണം. തവാഫിന്റെ സമയത്ത് പ്രത്യേകിച്ചും പ്രായമുള്ള ഉമ്മമാരൊക്കെ മനസ്സിലാക്കണം. അവർ കുളിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തലയെല്ലാം മൂടിക്കെട്ടിയാൽ കേരളീയർക്ക് ജലദോഷം വരാറുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ കുറച്ച് നേരത്തെ അവർ കുളിയെല്ലാം നിർവഹിക്കും, തലയെല്ലാം നന്നായിട്ട് ഉണക്കും. അതിനുശേഷം സാദാസീദാ വേഷം സ്ത്രീകൾ ധരിക്കും. തവാഫിന് മുമ്പായിട്ട് നിങ്ങളുടെ വേഷത്തെപ്പറ്റി ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. ബാക്കി നിങ്ങൾ സാധാരണ വേഷം ധരിക്കും. പ്രത്യേക കളറ് വേഷങ്ങൾ ഒന്നുമില്ല. സാധാരണ വേഷം നിങ്ങൾ ഇപ്പൊ അണിഞ്ഞിരിക്കുന്ന പർദ്ദ പോലെയുള്ള പർദ്ദ നിങ്ങൾ അണിയും. എന്നിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് എല്ലാവരോടും യാത്ര ചോദിച്ച് വീട്ടിൽ നിന്നും 2 റക്അത്ത് യാത്രയുടെ നമസ്കാരം നിർവഹിച്ച് അള്ളാഹുവിനോട് താണുകയാണ് ദുആയിരക്കണം. ഇന്ന് മുതലേ നമ്മൾ ആരംഭിക്കേണ്ട ഒരു ദുആയുണ്ട്. ആ സമയത്ത് പ്രത്യേകം ദുആ ചെയ്യണം. എല്ലാവരും ഒന്ന് പറഞ്ഞ്, അള്ളാഹുവേ ഞങ്ങളുടെ ഹജ്ജ് യാത്ര എളുപ്പമാക്കണേ, സ്വീകരിക്കണേ. ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കേണ്ട ഒരു ദുആയാണ്. ആ ദുആ കാര്യമായി ഈ യാത്രയുടെ നമസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുവേ ഞങ്ങളെ യാത്ര നീ എളുപ്പമാക്കുക. അള്ളാഹുവേ ഞങ്ങൾ സാധുക്കളാണ്, കഴിവില്ലാത്തവരാണ്. പടച്ചവനെ നീ യാത്ര എളുപ്പമാക്കണേ അള്ളാഹുവേ. നീ യാത്ര നീ സ്വീകരിക്കണേ അള്ളാഹുവേ. ഹജ്ജിന്റെ യാത്ര അനുരാഗത്തിന്റെ യാത്രയാണ്. ഹജ്ജിന്റെ യാത്ര കഴിവിന്റെ, സാമർത്ഥ്യത്തിന്റെ, ആരോഗ്യത്തിന്റെ, മിടുക്കിന്റെ യാത്രയേ അല്ല. 2 കാലില്ലാത്ത ഹാജിമാര് അറഫയിൽ നിന്നും മിനായിലേക്ക് രസകരമായി വളരെ സന്തോഷത്തോടെ തൽബിയത്തും ചൊല്ലി പാഞ്ഞു പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മറുഭാഗത്ത് എന്നെ പോലെ തടിച്ചു കൊഴുത്ത് ആഹാരമെല്ലാം കഴിച്ച് വലിയ ആരോഗ്യമെല്ലാം അഭിനയിക്കുന്നവർ പലപ്പോഴും ഹജ്ജിന്റെ യാത്രയുടെ ഇടയിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടായി വല്ലാതെ പ്രയാസപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സഹോദര കാര്യമായ ദുആ ചെയ്യുന്ന അല്ലാഹു എല്ലാ ഹാജിമാരുടെ യാത്രയും എളുപ്പമാക്കുമാറാകട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ജുമയുടെ ഖുത്ബകളിൽ നിങ്ങൾക്ക് വേണ്ടി ലോകത്തുള്ള ഖതീബുമാർ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ ഖബിസ്തറ വസ്സലാമത അലൈനാ വഅലാ വാലിദീനാ വഅലാ ജമീഇൽ ഹുജ്ജാജി വൽ ഖുസാത്തി വൽ മുസാഫിരീൻ. അല്ലാഹുവേ എല്ലാ ഹാജിമാരുടെയും യാത്ര നീ എളുപ്പമാക്കണമേ. അല്ലാഹുവോട് ദുആ ചെയ്യും, കബൂലാകണമേ ദുആ ചെയ്യും. എന്നിട്ട് സഹോദരങ്ങളെ നമ്മൾ എല്ലാവരോടും യാത്ര ചോദിച്ച് മുസാഫഹത്ത് ചെയ്ത് നമ്മൾ യാത്രയ്ക്ക് പുറപ്പെടും. ഒന്നെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ടിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഹജ്ജ് കമ്മിറ്റിയിലുള്ളവരാണെങ്കിൽ ഹജ്ജ് ഹൗസിലേക്കായിരിക്കും, അല്ലെങ്കിൽ എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കായിരിക്കും നിങ്ങൾ യാത്രയാകും. ഈ യാത്രയിൽ കഴിവിന്റെ പരമാവധി ആളുകളെ കുറച്ചു കൊണ്ടുപോകും. 2 ഹാജിമാർക്ക് 200 യാത്രയപ്പുകാരി സ്വഭാവം മാറ്റി. കൊറോണയൊക്കെ വന്നതുകൊണ്ട് അതിനത്ര സാധ്യതയില്ലെങ്കിലും ആ കാര്യം നേരത്തെ അറിയിക്കുകയാണ്. നാടായ നാട് മുഴുവൻ കറങ്ങി നടന്ന് ആളുകളെ ചുറ്റുമൂലം ഒരുമിച്ച് കൂട്ടി ആടിനെയും കോഴിയെയും പോത്തിനെയും ഒന്നും കഴിപ്പിക്കാതിരിക്കും. അതിന് പകരം മുഴുവൻ നാടുകളിലും പോയി നേരത്തെ പറഞ്ഞതുപോലെ യാത്ര ചോദിക്കും, മാപ്പ് ചോദിക്കും.
അതുപോലെ ആൾക്കാരെ എല്ലാവരെയും കൊണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് യാത്രയപ്പ് സ്ഥലത്തേക്ക് വരാതിരിക്കും. കുറഞ്ഞ പരിമിതമായ സൗകര്യമാണ്. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഹാജിമാരെല്ലാവരും ഒരുമിച്ചുകൂടി അവസാനം ഹാജിമാരെ പൊക്കിയെടുത്ത് ട്രെയിനിലേക്ക് വലിച്ചെറിയേണ്ടി വന്നു. ഒക്കെ അപകടമാണ്, ചെറിയ കാര്യമൊന്നുമല്ല. ട്രെയിൻ വിടാൻ പോകുന്നു, ഹാജിമാരെ ആൾക്കാർ വീണ്ടും കെട്ടിപ്പിടിച്ച് മുസാഫത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂനുസ് ഹാജിയാര് ഹാജിമാരെ പൊക്കിയെടുത്ത് ഉള്ളിലോട്ട് വലിച്ചെറിഞ്ഞ് 1-2 ഹാജിമാര് മറിഞ്ഞു വീണ് വലിയ അപകടത്തിന് അതുകൊണ്ട് നമ്മുടെ യാത്രകളിൽ അധികമായി നമ്മളും ആൾക്കാരും പോകാതിരിക്കും. വാപ്പ അൽഹംദുലില്ലാ പോകും. അള്ളാഹു വാപ്പയെ നല്ല സൗകര്യത്തിൽ റാഹത്തിലായി കൊണ്ടുപോകട്ടെ. പൊന്നുമ്മായ അള്ളാഹു തആല സന്തോഷത്തോടെ കൊണ്ടുപോകട്ടെ, യാത്ര അയക്കും. എന്നല്ല ആ സമയത്താണ് കരച്ചിലും കണ്ണുനീരുമൊക്കെ വരുന്നത്. നമ്മൾ ഈ നാട്ടിൽ നിന്നും കബറാളികളെ പോലെ ഇഹ്റാമിന്റെ വസ്ത്രവും ധരിച്ച് ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ മയമുണ്ടാകും, മനസ്സിന് മാറ്റമുണ്ടാകും. അങ്ങനെ സഹോദരങ്ങൾ, നമ്മൾ എയർപോർട്ടിലെത്തും. എയർപോർട്ടിൽ നിന്ന് യാത്ര 2 രീതിയിലാണ് യാത്ര ചെയ്യുന്നത്. ഒന്ന്, ഇപ്രാവശ്യത്തെ ഹജ്ജ് കമ്മിറ്റി ഞങ്ങൾ അറിഞ്ഞിടത്തോളം ഇൻഷാ അല്ലാഹ് നെടുമ്പാശ്ശേരിയിൽ നിന്നും സൗദി എയർലൈൻസിൽ നേരെ ജിദ്ദയിലേക്ക് അല്ലെങ്കിൽ മദീനയിലേക്കാണ് പോകുന്നത്. ഹജ്ജ് ഗ്രൂപ്പുകളിൽ പോകുന്നവരാണെങ്കിൽ അവർ കൂടുതലും വഴിയിൽ എവിടെയെങ്കിലും ഇറങ്ങി ഫ്ലൈറ്റ് മാറിക്കയറിയാണ് അവർ ജിദ്ദയിലേക്ക് പോകുന്നത്. എന്താണെങ്കിലും നമ്മൾ ജിദ്ദയിലേക്ക് പോകുന്ന പ്ലെയിനിൽ കയറുന്നതിന് മുമ്പായി അത് നേരിട്ട് സൗദി അറേബ്യൻ എയർലൈൻസിലാണ് നമ്മൾ, അല്ലെങ്കിൽ എയർ ഇന്ത്യയിലാണ് ജിദ്ദയിലേക്ക് അങ്ങനെ നെടുമ്പാശ്ശേരിയിൽ വെച്ച്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും ദുബൈയിലോ ഒമാനിലോ മസ്കറ്റിലോ അല്ലെങ്കിൽ വേറെ എവിടെ ഇറങ്ങിയിട്ടാണ് പോകുന്നതെങ്കിൽ ആ മസ്കറ്റിൽ അല്ലെങ്കിൽ അബുദാബിയിൽ അല്ലെങ്കിൽ ഈ ഇടത്താവളത്തിൽ വെച്ച് നമ്മൾ 2 റക്അത്ത് ഇഹ്റാമിന്റെ നമസ്കരിക്കണം. പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇഹ്റാമിന്റെ നമസ്കാരം നിർവഹിച്ച് അള്ളാഹുവിനോട് നേരത്തെ പറഞ്ഞതുപോലെ കാര്യമായി ദുആ ചെയ്യണം. യാ അല്ലാഹ്, നീ എളുപ്പമാക്കണം, നീ സ്വീകരിക്കണം. അതിനുശേഷം നമ്മുടെ കൂട്ടത്തിൽ അമീറന്മാരാരെങ്കിലും ഉണ്ട്, അവർ ഇഹ്റാമിന്റെ നിയ്യത്ത് പറഞ്ഞു തരുമെങ്കിൽ അൽഹംദുലില്ലാ അങ്ങനെ. അല്ലെങ്കിൽ യാതൊരു ബേജാറിന്റെ ആവശ്യവുമില്ല. നമ്മൾ പടച്ചവരിലേക്ക് മനസ്സ് പരിപൂർണമായി തിരിച്ച് ഉംറയുടെ നിയ്യത്ത് ചെയ്യണം. ആ നിയ്യത്ത് എല്ലാവരും ഒന്ന് പറഞ്ഞ്, നവൈതുൽ ഉംറത ലില്ലാഹി തആല അല്ലാഹുമ്മ തഖബ്ബൽഹാ മിന്നി വയസ്സിർഹാ ലി. ഇത് പച്ച മലയാളത്തിൽ പറയും. അറബി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാവരും ഒന്ന് പറഞ്ഞ്, അല്ലാഹുവേ, നിനക്ക് വേണ്ടി പരിശുദ്ധമായ ഉംറ ചെയ്യാൻ ഞാൻ നിയ്യത്ത് ചെയ്യുന്നു, അതുകൊണ്ട് ഇഹ്റാം ചെയ്യുന്നു. പടച്ചവനെ സ്വീകരിക്കണേ, എളുപ്പമാക്കണേ. ഇത് കഴിഞ്ഞ് ഉടനെ എല്ലാവരും പറയും ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم. ഇതിൽ ആദ്യത്തെ തൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ലബ്ബൈക അല്ലാഹുമ്മ നിയ്യത്തും ഇതിൽ പെടുന്നുവെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആദ്യത്തേതിൽ. പിന്നെയുള്ള തൽബിയത്തിൽ അതിന് ആവശ്യമില്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക അധികമായി ചെല്ലണം. ഈ ഇഹ്റാം നിർബന്ധമാണ്. ഉംറ എന്നാൽ 1 ഇഹ്റാം നിർവഹിക്കണം, 2 കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് തവാഫ് ചെയ്യൽ, 3 സഫാ മർവയ്ക്കിടയിൽ സഈ ചെയ്യൽ, 4 മുടിയെടുക്കൽ. ഈ 4 കാര്യമാണ് ഉംറയുടെ ഫർദ്. ബാക്കി സുന്നത്തുകളാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തർത്തീബായി പറഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ ഉംറയിൽ പ്രവേശിച്ചു. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇനി മരിച്ചാലും നമ്മൾ ഹാജിയാണ്, പേടിക്കേണ്ടതില്ല. അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ പ്രവേശിച്ചു ഇനി 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഇഹ്റാമിൽ ഹറാമായ കാര്യങ്ങൾ സൂക്ഷിക്കണം. 2, അതിനുവേണ്ടി അധികമായി
ദിക്ർ ദുആ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഉംറ കബൂലാകും. ഒന്ന്, ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യമുണ്ട്. സുഗന്ധങ്ങൾ ഇനി പുതുതായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, എണ്ണ ഉപയോഗിക്കരുത്. അതുപോലെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ പാടില്ല, വൈവാഹിക സംസാരം നിക്കാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല. ഇങ്ങനെയുള്ള ഇഹ്റാമിൽ ഹറാമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും എളുപ്പ വഴി നമ്മൾ ഒന്നെങ്കിൽ വിശ്രമിക്കൽ, അല്ലെങ്കിൽ ദിക്റിലും ദുആയിലും കഴിയൽ. പറഞ്ഞു വന്ന് ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ചുമ്മാതെ ഫോൺ വിളിക്കരുത്, മൊബൈല് നാട്ടിൽ നിന്ന് വെച്ച് ഓഫ് ചെയ്യൽ. പിന്നെ ഇൻഷാ അല്ലാഹ് മക്കാ മുക്കറമ അത്യാവശ്യത്തിന് വിളിക്കാം. ഈ സാധനത്തിന്റെ കടുപ്പം കാരണം ഞാൻ തുറന്നു പറയാണ്, മുമ്പ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജ് നിർവഹിച്ച ഒരു സഹോദരി, ഞാൻ ജിദ്ദയിൽ ചെന്നപ്പോൾ എല്ലാവരും ഇഹ്റാം നിർവഹിച്ചു എന്ന് ചോദിച്ചപ്പോൾ, മോനെ എന്താ ഇഹ്റാം എന്ന് ചോദിക്കുകയുണ്ടായി. അവർ ഇഹ്റാം നിർവഹിച്ചിട്ടില്ല. ഇഹ്റാം നിർവഹിച്ചില്ലെങ്കിൽ മൃഗത്തെ അറുത്തു കൊടുക്കേണ്ടി വരും, ചെറിയ കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ്, ഒന്നുകിൽ നന്മ വല്ലതും ചെയ്യും, അല്ലെങ്കിൽ സുഖമായിട്ട് ചാരിക്കിടന്ന് ഉറങ്ങിക്കോളും. ഇന്നലെ മെനഞ്ഞാന്ന് നിങ്ങൾ ഉറങ്ങിക്കാടുകയില്ല, ചാരിക്കിടന്ന് ഉറങ്ങിക്കോ. വിമാനത്തിൽ കയറും, വിമാനം പുറപ്പെടും, ആകാശത്തിന്റെ നീലിമയിൽ കൂടി അന്തരീക്ഷത്തിലൂടെ അള്ളാഹുവിന്റെ ഖുദ്റത്തിനോട് വിമാനം പറന്നുകൊണ്ടിരിക്കും. നമ്മൾ ഒന്നുകിൽ ഉറങ്ങി, അല്ലെങ്കിൽ ദിക്റും ദുആയും ചെയ്യും. ഈ ദിക്റിലും ദുആയിലും ഏറ്റവും വലിയ തൽബിയത്താണ്. എല്ലാവരും ഒന്ന് ചെല്ലിക്ക്, എന്റെ കൂട്ടത്തിൽ ചെല്ലും. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. സഹോദരങ്ങളെ, ഇന്ന് കൊതിക്കുന്നു. നിങ്ങളെല്ലാവരും ഹജ്ജിന് പുറപ്പെടുമ്പോൾ ഞങ്ങളെല്ലാവരും കരയും, കൊതിക്കും. പത്രത്തിൽ ഹാജിമാരുടെ വാർത്ത കേട്ട് കണ്ണു നിറയും. പക്ഷേ സങ്കടം പറയട്ടെ, ഹാജിമാരിൽ പലരും തൽബിയത്ത് ചെല്ലാൻ ഭയങ്കര മടിയാണ്. ശരിക്കും മനസ്സിലാക്കുന്ന ഹജ്ജ് ഉംറയുടെ ആത്മാവ് ദിക്റും ദുആയും. ഖുർആനായത്ത് ഓതാൻ സമയമില്ല. സൂറത്തുൽ ബഖറയിൽ ഒരു പേജ് മുഴുവനായി അല്ലാഹു പറയുന്ന ഹജ്ജ് ഉംറയുടെ ആത്മാവ് ദിക്റും ദുആയും. ദിക്റിന്റെയും ദുആയിന്റെയും ആത്മാവ് തൽബിയത്ത് ചെല്ലൽ. തൽബിയത്തിന്റെ മഹത്വം മനസ്സിലായോ? നിങ്ങൾ 100,000 ദിക്റും ദുആയും ചെയ്യുന്നു, തൽബിയത്ത് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ ഉംറ അപൂർണമാണ്, ഹജ്ജ് അപൂർണമാണ്. നിങ്ങൾക്ക് ഒരു ദിക്റും ദുആയും അറിയില്ല, ഒന്നും ചെയ്യുന്നില്ല, തൽബിയത്ത് ചൊല്ലി നിങ്ങൾ നടക്കുകയാണ്. പുരുഷന്മാർ ഉറക്കെ, സ്ത്രീകൾ പതുക്കെ, പ്രപഞ്ചം മുഴുവനും നിങ്ങളുടെ കൂട്ടത്തിൽ തൽബിയത്ത് ചെല്ലുന്നു. ഓരോ അക്ഷരത്തിനും കൂലിയാണ്. അതുകൊണ്ട് തൽബിയത്ത് ശരിക്കും പഠിക്കണം, അർത്ഥം ചിന്തിച്ചുകൊണ്ട്. തൽബിയത്ത് ദിക്റുമാണ്, ദുആയുമാണ്. അർത്ഥം ഒന്ന് നോക്കിക്കേ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. പടച്ചവനായ റഹ്മാനായ റബ്ബേ, നീയാണ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്, നീയാണ് ഞങ്ങളെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകുന്നു. നീ ഞങ്ങൾക്ക് കാരുണ്യം നൽകണമേ. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. പടച്ചവനെ, നിന്റെ വിളിക്കാണ് ഞങ്ങൾ ഉത്തരം നൽകുന്നത്. എന്റെ പണമല്ല, സൗകര്യമല്ല, പണ്ടമല്ല എന്നെ ഈ യാത്ര ചെയ്യിപ്പിക്കുന്നത്. നിന്റെ കരുണയും ഔദാര്യവും മാത്രമാണ്. പടച്ചവനെ, അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്. പടച്ചവനെ, എല്ലാ സ്തുതികളും നിനക്കാണ്. നിന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരണമേ. വന്നിഅമത, നീ എല്ലാ അനുഗ്രഹങ്ങളും നിന്റേതാണ്. നീ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകണമേ. വൽ മുൽക്, ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും ഉടമസ്ഥ നീയാണ്. രണ്ട് വീടുകളിലെയും നന്മകൾ ഞങ്ങൾക്ക് നൽകണമേ. ലാ ശരീക ലക, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല. നീ ഏകനാണ്, ഏകനാണ്. തൽബിയത്ത് പ്രാർത്ഥനയാണ്, ദിക്റാണ്, സ്മരണയാണ്, രസമാണ്, സംഗീതമാണ്, ആനന്ദമാണ്, ലളിതമാണ്, മനോഹരമാണ്. ചൊല്ലിക്കൂടെ ഇൻഷാ അല്ലാഹ്. പതുക്കെ തസ്ബീഹ് കയ്യിലെടുത്ത് പിടിക്കും. അള്ളാഹു മക്കാ മുക്കറമയിൽ എത്തുന്നതിന് മുമ്പ് കുറഞ്ഞത് 1000 തൽബിയത്തെ എല്ലാം നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇടയ്ക്കിടയ്ക്ക് സ്വലാത്ത് ചെല്ലും, തൽബിയത്ത് ചെല്ലും. ഉറക്കം വരുന്നു, ഉറങ്ങി.
ആഹാരം കൊണ്ടുവരുന്നു, ശരിക്കും കഴിക്കുന്നു, തണുത്തൊന്നും കഴിക്കാതിരിക്കും. ഇൻഷാ അല്ലാഹ് വിമാനം പറന്നുയർന്ന് മണിക്കൂറുകൾക്ക് ശേഷം ജിദ്ദ വിമാനത്താവളത്തിൽ ആ വിമാനവും തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിറങ്ങും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങളുടെ ആദ്യത്തെ ഹജ്ജ് യാത്രകളിൽ ഹാജിമാരെല്ലാവരും അരമുറയിട്ട് തൽബിയത്ത് ചൊല്ലി. ഇന്ന് തൽബിയത്തെല്ലാം വളരെ കുറവാണ്, എല്ലാം ഫാഷനാണല്ലോ. ഹാജിമാരുടെ തൽബിയത്തിന്റെ അരമുറ കാരണം വല്ലാഹി സത്യം വിമാനവും കുലുങ്ങിക്കൊണ്ട് തൽബിയത്ത് ചൊല്ലി അതിന് അന്തരീക്ഷത്തിൽ ഞങ്ങൾ ജിദ്ദയിൽ ഇറങ്ങിയതായിട്ട് അനുഭവപ്പെട്ടു. ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങും. ജിദ്ദ എയർപോർട്ട് മാഷാ അല്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ, ലോകത്തെ വലിയ വിമാനത്താവളങ്ങളിൽ ഒന്ന്. പക്ഷേ മനസ്സിലാക്കണം, നമ്മൾ കേരളത്തിൽ നിന്നും കുറെ സാധുക്കൾ പോയി ഇറങ്ങുന്നത് പോലെ ഇന്ത്യയുടെ 4 ഭാഗത്തു നിന്നും ഹാജിമാരവിടെ മുത്തമിടുന്നുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഹാജിമാര് തൽബിയത്തുമായി വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ശാന്തത വേണം. പ്ലെയിനിൽ യാത്ര ചെയ്യുന്നവർ വിമാനം നിർത്തുന്നതിന് മുമ്പായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന സ്വഭാവമെല്ലാം ഉണ്ട്. നമ്മൾ സീറ്റിൽ തന്നെ ഇരിക്കും. നമ്മളോട് ഇറങ്ങാൻ പറയുമ്പോൾ പതുക്കെ ഇറങ്ങി. സാധനങ്ങളൊക്കെ നിർബന്ധമായിട്ടും എടുക്കും. ലഗേജ് അതിന്റെ വഴിയിൽ കൂടി വരും. ഹാൻഡ് ബാഗ് കയ്യിൽ സൂക്ഷിച്ച് കരുതി. പ്ലെയിനിൽ ആഹാരം വല്ലതും കിട്ടിയാൽ ഒന്നിക്കൽ കഴിക്കും, അല്ലെങ്കിൽ നിർബന്ധമായും ബാഗിൽ വെക്കും. ഞാൻ പറയാൻ വിട്ടുപോയി, ഈ ബാഗിൽ ഷുഗർ മറ്റ് പേഷ്യന്റ് ഈ അസുഖമുള്ള സഹോദരന്മാർ അവർക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ചപ്പാത്തി ഇങ്ങനെയുള്ള സാധനങ്ങൾ അവരതിൽ വെച്ചിരിക്കണം. ചിലപ്പോൾ അള്ളാഹു എളുപ്പമാക്കുമാറാകട്ടെ, ഇന്ന് ഭയങ്കര സ്പീഡിലാണ് തള്ളിത്തള്ളി ജിദ്ദയിൽ വിടുന്നതെങ്കിലും ചിലപ്പോൾ ജിദ്ദ എയർപോർട്ടിൽ കുറെ സമയം പിടിക്കും. നമ്മൾ എയർപോർട്ടിൽ അവിടെ നമ്മൾ ഒരു സ്ഥലത്ത് ആദ്യം കൊണ്ടുപോയി ഇരുത്തും. അവിടെ ബാത്റൂമും മറ്റുമെല്ലാം ഉണ്ട്. ബാത്റൂമിലൊക്കെ പോകൽ, ഒദു ചെയ്യൽ, 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് യാത്ര നമുക്ക് വലിയ ഖൈറിലാകും. ഒന്ന്, സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞതുപോലെ നന്മ വല്ലതും ചെയ്യും, അല്ലെങ്കിൽ വിശ്രമിക്കും. തയ്യാറല്ല ഇൻഷാ അല്ലാഹ്. 2, എപ്പം ബാത്റൂമിൽ പോയാലും നമ്മൾ ഒതുവോടുകൂടി യാത്ര ചെയ്യും. അല്ലാഹു മരണം വരെയും ഒതു നിലനിർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സമയത്ത് പോയി ഒതുവെടുക്കുന്ന സ്വഭാവം മാറ്റി ബാത്റൂമിൽ പോയി ഒന്ന് ഒതുവെടുത്തിട്ട് വരും. നമ്മളവിടെ കേരളത്തിലെ വസ്വാസം കാണിക്കരുത്. കക്കൂസിനെങ്ങനെ ഒതുവെടുക്കും, അവിടെ ഇങ്ങനെ ഒതുവെടുക്കും. ബാത്റൂമിൽ പോയി ഒതുവെടുക്കാൻ പ്രത്യേകത, അവിടെ പോയി ഒതുവെടുക്കൽ സൗകര്യമില്ല. ബാത്റൂമിൽ തന്നെ ഒതുവെടുത്ത് നമ്മളെപ്പോഴും ഫ്രഷായിട്ട് തയ്യാറായി ഒതുവെടുത്തിരിക്കും. നമസ്കാരത്തിന്റെ സമയത്ത് നമസ്കരിക്കും. ദുഹർ അസർ ജമാഅത്ത് നമസ്കരിക്കും. മഗ്രിബ് ഇശ ജമാഅത്ത് നമസ്കരിക്കും. സുന്നത്ത് നമസ്കാരങ്ങൾ പ്ലെയിനിൽ ഇരുന്നോട്ട് നമസ്കരിക്കാം, ബസ്സിൽ ഇരുന്നോട്ട് നമസ്കരിക്കാം. അതുകൊണ്ട് ബാത്റൂമിലൊക്കെ പോയി തയ്യാറാകി അടുത്ത നമ്മളുടെ രേഖകൾ ചെക്ക് ചെയ്യുന്ന സ്ഥലം വരെ നേരത്തെ പറഞ്ഞ സ്ഥലം നമ്മുടെ ബാഗ് നമ്മൾ തുറന്ന് കാണിച്ച് സാധനം എടുത്തു കൊടുക്കും. എന്റെ സ്വന്തം കഴിവുകേട് കൊണ്ട് പറയുന്നതാണ്. എനിക്ക് ഇന്ന് രേഖകൾ ശരിയായിട്ട് അറിയില്ല. കിട്ടുന്ന രേഖകൾ മുഴുവനും ഇങ്ങനെ മടക്കിയെടുത്ത് നേരെ ബാഗിന്റെ പോക്കറ്റിൽ വെക്കും. അവരെന്നോട് ചോദിക്കുമ്പോൾ മുഴുവനും എടുത്തു കൊടുക്കും. ചിലപ്പോൾ അവിടെ ഇരിക്കാൻ ദേഷ്യപ്പെടും. ഇയാളോട് അതല്ലേ ചോദിച്ചാൽ അവരെനിക്കറിയില്ല, മൊത്തം എടുക്കും. എന്നിട്ട് അവരെ തിരിച്ചും കൊണ്ട് തരുമ്പോൾ മുഴുവനും പിറക്കിയെടുത്ത് അങ്ങനെ തന്നെ ബാഗിൽ വെക്കും. അങ്ങനെ തന്നെ ബാഗിൽ വെച്ച് അത് വളരെ എളുപ്പമാണ്. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മൾ ലഗേജ് എടുക്കണം. ലഗേജ് എടുത്ത് നമ്മളത് ഉന്തി പുറത്തേക്ക് വരണം. ജിദ്ദ എയർപോർട്ടിൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് സഹോദരങ്ങളെ കുറച്ച് സമയം നമുക്ക് ചിലപ്പോൾ പിടിച്ചേക്കും മക്ക മുക്കറമയിലേക്ക് ബസ്സിൽ പോകാൻ വേണ്ടി. അള്ളാഹു എളുപ്പമാക്കുമാറാകട്ടെ. അവിടെയെല്ലാം ഒരു മടിയും കൂടാതെ എവിടെയെങ്കിലും ഇരിക്കാൻ പറയും. അവിടെ ഇരുന്നുകൊണ്ട് ജിദ്ദ എയർപോർട്ടിന് പുറത്ത് ബാത്റൂമിന്റെ വിശാലമായ സൗകര്യമുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ബാത്റൂമിന് മറ്റും പോകുന്നെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞിട്ട് പോകണം. അമീറുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട്, ഭർത്താവ് ഭാര്യയുണ്ടെങ്കിൽ അവരോട്, അവരോട് പറഞ്ഞിട്ട് ബാത്റൂമിൽ പോകണം. അതിനുശേഷം സഹോദരങ്ങൾ ഇൻഷാ അല്ലാഹ് അവിടെ നിന്നും നമ്മളെ ബസ്സിലേക്ക് കയറ്റും. അവിടെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും.